ഹായ്, വെൽക്കം ടു റോബിൻ ട്രാവൽ വ്ളോഗ്സ്. കുറേ നാളായി ഞാൻ വീഡിയോകളൊന്നും ചെയ്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ പോകേണ്ടി വന്നുകൊണ്ട് എനിക്ക് വ്ളോഗ്സ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് ഞാൻ വെച്ചാൽ ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കിർക്കുബൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏരിയയും അതിന് ചേർന്ന് കിടക്കുന്ന ലേക്കും കുറച്ച് ഇതൊക്കെ കണ്ടപ്പം നേച്ചർപരമായിട്ട് നല്ല ഇഷ്ടം തോന്നിയുകൊണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോട്ടാഫ്രയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇടമുണ്ട്, അതും കൂടെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പോൾ അതേ ഉള്ളൂ. അപ്പം സ്റ്റേ വിത്ത് അസ്, എൻജോയ് ദ വ്യൂ. ഓക്കെ. അപ്പം ഇതാണ് എന്റെ പിന്നിൽ കാണുന്ന ഏരിയ ആണ് കിർക്കുബൻ. അതിന് ചേർന്ന് കിടക്കുന്ന ഇതാണ് ഒരു ചെറിയൊരു ബീച്ച് പോലെ. ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ലേക്കാണ്, വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടൊക്കെ ചുമ്മാ ഒന്ന് ചില്ലാവാം. പിന്നെ അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു ബെഞ്ച്, എൻ്റെ പിന്നിൽ കാണുന്ന ഒരു ബെഞ്ചുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് ടൈം ഒക്കെ പാസ് ചെയ്യാം. അപ്പം അതാണ് ഈ സ്ഥലം. കിർക്കുബൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് വന്നു. അപ്പം ഇവിടെ ഒന്നും ആരും എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഈ ഭാഗത്തൊക്കെ വന്ന ഈ നേച്ചറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ കാണാം. നല്ല ഒരു ചെറിയൊരു ടൗൺ. ചെറിയ ടൗൺ എന്ന് പറയാൻ ചെറിയൊരു വില്ലേജിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. വരാത്തവരൊക്കെയാണ് ചുമ്മാ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാം. നല്ല ക്ലൈമറ്റ്. ഇപ്പൊ വിന്റർ ആണ്, അപ്പൊ അങ്ങനെ കൂടുതലൊന്നും വലിയ ആൾക്കാരൊന്നും ഇപ്പം അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടില്ല ഈ വിന്റർ ആയതുകൊണ്ട്. ബട്ട് ടൈം ഇങ്ങനെ സൺലൈറ്റ് ഒക്കെ ഉള്ള സമയത്ത് ഒന്ന് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇവിടെ ഒന്ന് കണ്ട് ഇതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകാം. അതാണ് ഈ സ്ഥലം കിർക്കുബൻ. നമ്മൾ പോട്ടാഫ്രയിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. ഓക്കെ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാർ പാർക്ക് ഏരിയ ഉണ്ട്. ഈ കാർ പാർക്ക് ഏരിയ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. പിന്നെ നമുക്ക് അവിടെ ഇച്ചിരി ഇറങ്ങാനുള്ള ചെറിയൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ബോട്ട് ക്ലബ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ബോട്ട് ക്ലബ് ഉണ്ട്. പിന്നെ നമുക്ക് ആ ബോട്ട് ക്ലബ് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു കര കാണാൻ നോക്കാം. ആ കര എന്ന് പറഞ്ഞാൽ ഡൗൺ പാട്രിക് ആണ്. കേട്ടോ, ഡൗൺ പാട്രിക് ആ സ്ഥലമല്ല. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കാൻ വന്ന് ജസ്റ്റ് ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്നതാണ്. സ്വിമ്മിങ് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വന്നതാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു കണ്ട് ഇവിടെ ഒരു ചെറിയ വീടുകള് ഇവിടെ ഒരു ചെറിയ വീട്, ഇവിടൊക്കെ ഒരു വീട് പണിയുന്നു. കണ്ടോ, ഇവിടെ നല്ലൊരു വീട്, അടിപൊളി ഒരു വീട്, നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, ഇത് കാശുകാരുടെ ആയിരിക്കും, അങ്ങനെ കാണാം. അപ്പൊ അതാണ് ഈ കിർക്കുബൻ. ഒരു കാണാം. നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. ആ റോഡാണ് അവിടെ നല്ല. ഇത് ഈ റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് പോട്ടാഫ്രയിലോട്ട് പോകുന്ന വഴിയാണ്. അതിന്റെ സൈഡിൽ തന്നെയാണ് ഈ കാണുന്ന ഈ ലേക്ക് കാണുന്ന ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്ന ഇടമാണ്. നല്ലൊരു ഏരിയയാണ്, ചില്ല് ചെയ്യാൻ ഒരു ഏരിയയാണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് സംവിധാനം എഴുതിയിട്ടുണ്ട്. ഇവിടെ 700 യാർഡ്സ് അപ്പുറത്താണ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഏരിയയാണ്. നമ്മൾ ഈ കിർക്കുബൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോർഡ് നമുക്ക് കാണാം. അവിടെ ഇതിനെക്കുറിച്ച് കുറേ ഇൻഫോർമേഷൻസ്, നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്തൊക്കെ ജീവികളെ കാണാം. വെള്ളത്തിൻ്റെ അടിയിലുള്ള സീ സ്ക്വേർട്ട്, പിന്നെ കൊഞ്ച്, ഡബ്ലിൻ ബേ പ്രോൺ, പിന്നെ സ്കാലപ്പ്, പിന്നെ ഈ ബേർഡ്സ്, ഏതൊക്കെ ബേർഡ്സിനെ നമുക്ക് കാണാമെന്നുള്ളത്, കോമൺ ഗേൾ, ഓയിസ്റ്റർ ക്യാച്ചർ എന്നൊക്കെ പറഞ്ഞ് കുറേ
നമുക്കിവിടെ കാണാം, ഇൻഫർമേഷൻസ് കാണാം. ഭയങ്കര കാറ്റാണ്, കാറ്റും തണുപ്പും കൂടെ ആയതുകൊണ്ടേ നല്ല നമ്മൾ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കിടുകിടാ വിറയ്ക്കും. ആണ് ഇന്ന് ഇച്ചിരി സൺലൈറ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട്. ഇച്ചിരി സൺലൈറ്റും കൊള്ളാം, പിന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഇടം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഇനി പോർട്ട് ഓഫ് ഫ്രീയിലോട്ട്. ഓക്കെ, ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇപ്പം അതിന്റെ ചേർന്ന് വന്ന സമയത്ത് ഇവിടെ ഒരു കാഴ്ചയും കൂടെ കാണിക്കാന്ന് വെച്ചത്. അപ്പം ഇവിടെ ഒരു ഡോക്ക്, ചെറിയൊരു പഴയ കാലത്തൊരു ഡോക്ക് യാർഡ് പോലെ കണ്ടു. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാന്ന് ഇരിക്കുന്നത്. വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ട്. ഇതൊരു ഫിഷർമാന്റെ ബോട്ടാന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു ബോട്ട്, അതിന് ചേർന്ന് കിടക്കുന്ന ഒരു ഡോക്കിംഗ് സംവിധാനം പോലെ ഒരു ചെറിയൊരു സംഭവം. അപ്പം അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ, ചെറിയൊരു ബോട്ട്. അത് നിങ്ങളുടെ വീഡിയോക്കകത്ത് കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അത് ചെറിയൊരു ബോട്ടും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡോക്ക് യാർഡും ചെറിയൊരു. അതാണ് ഇവിടുത്തെ ഈ കാണുന്ന കാഴ്ചകൾ. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഭയങ്കരമായിട്ട് വെയില് അവിടെ കുറച്ച് കാർ വാഷ് ചെയ്യുന്ന ഏരിയ ഇതിനോട് ചേർന്ന് കിടക്കുന്നത്. അപ്പം ഇവിടെ വലിയ പാർക്കിംഗ് ഒന്നുമില്ല. നമുക്ക് സൈഡിൽ ഇപ്പം ഞാനിവിടെ ഇത് കണ്ടോ, ഞാനിവിടെ ഒരു ചെറിയൊരു ഇതിൻ്റെ മെയിൻ റോഡിൽ തന്നെയാണ് ഇവർ ഈ സൈഡിൽ വീടുകളൊക്കെ ഉണ്ട് കണ്ടോ, ഈ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഈ വീടുകളുടെ സൈഡിൽ തന്നെയാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയ പാർക്കിങ്ങിന്റെ ഏരിയ ഒന്നുമില്ല. നമ്മുടെ സൈഡിലാണ് വണ്ടി അങ്ങ് ഒതുക്കുക എന്നേ ഉള്ളൂ. അവിടെ അത് കണ്ട, അവിടെ ആ കാണുന്ന കാറ് വാഷ് ചെയ്യുന്ന ഏരിയ ആണ്. ഒരാൾ അവിടെ നിന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം അയാൾ കാറ് കൊണ്ടുവരുന്നു. ഇവിടെ ഒരു വാഷിംഗ് ഏരിയ, കാർ വാഷ്. ഇതാണ് റോഡ്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പോർട്ട് ഓഫ് ഫ്രീയിലോട്ടാണ് ചെല്ലുന്നത്. കുറച്ച് പോകാനുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ കാണിക്കാം കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു പഴയൊരു പള്ളിയുണ്ട്, ഒരു സെമിത്തേരിയും, പിന്നെ അതോട് ചേർന്ന ഒരു പള്ളിയും, ഒരു കുരിശ്. ഇതൊരു കുരിശൊക്കെ ഒരു ഇരുമ്പ് സംഭവം കൊണ്ടൊക്കെ പിടിച്ചു നിർത്തിയേക്കുന്ന പോലെ ഒരു സംഭവം ഉണ്ടോ. ഇവിടെ കാണുന്ന നമ്മുടെ പോർട്ട് ഓഫ് ഫ്രീയിലോട്ട് പോകുന്ന ഒരു ഏരിയയിലൊക്കെ ഉണ്ടാകും. ഞാനിവിടെ വന്ന സമയത്ത് ഈ പഴയ പള്ളിയിലോട്ട് കയറാൻ വന്ന സമയത്ത് ഇവിടെ ഒരാളെ കണ്ടായിരുന്നു. അപ്പം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇന്ന് ഇവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളി ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി അവർ നോക്കുവാണ്, ഹെറിറ്റേജ് വഴി ഫണ്ടൊക്കെ കിട്ടിയിട്ട്. അപ്പം വന്ന സമയത്ത് അപ്പം ഈ പള്ളിയും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഉള്ളിൽ പഴയ പള്ളി 1777 പള്ളിയാണ്. നമുക്കൊന്ന് കാണാം അത് കേട്ടോ. It looks good about it does, yeah. But hopefully Grace God will in a couple of years' time when the other person comes up. They live next door. She's Bridge Arthur's been her own name. Well, Bridge is aunt. ഹായ്, ഇപ്പൊ ഞാൻ ഇവിടെ കൂവീസ് വെൽ എന്ന് പറഞ്ഞിട്ട് പോർട്ട് ഓഫ് ഫ്രീന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് കൂവീസ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, വേറെ ആരെയും കാണുന്നില്ല. അപ്പൊ നമുക്ക് കൂവീസ് വെല്ല് എന്താന്നുള്ളത് നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടുന്ന് താഴോട്ടൊരു വഴിയുണ്ട്, അത് അങ്ങോട്ടങ്ങ് പോവുക, അത് കാണിക്കുന്ന പോലെ. ഓക്കെ, നമുക്ക് ആ വഴിയിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് ഇവിടെ എന്താ ഉള്ളതെന്നൊക്കെ നമുക്ക് കാണാം. അവിടുന്ന് മേളിൽ നിന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പം ഇവിടെ നമുക്ക് ഈ ടെമ്പിൾ കൂവിയെക്കുറിച്ച് സം ഇൻഫർമേഷൻ ഉണ്ട്. അത് 7th സെഞ്ച്വറിയിലാണ് ഇവിടെ ഇത് കണ്ടുപിടിച്ചതും. പിന്നെ ഇത് റീബിൽഡ് ചെയ്തു. അത് 12th സെഞ്ച്വറിയിലാണ്, 12th സെഞ്ച്വറി ആണ് റീബിൽഡ് ചെയ്തതും. പിന്നെ ഇവിടെ കുറേ പിൽഗ്രിംസിനെയൊക്കെ അട്രാക്ട് ചെയ്ത് 1912 1928 ഉള്ള സമയത്ത് കുറേ പിൽഗ്രിംസിനെയൊക്കെ ഇവിടെ അട്രാക്ട് ചെയ്തു. ഇതിന് 3 വെൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. 3 വെൽസ്. അത് ടെമ്പിൾ കൂവി ഈസ് ഫേമസ് ഫോർ 3 വെൽസ്. അപ്പം നമുക്ക് അതിൻ്റെ ഈ 3 വെൽസ് എന്തോന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും നിങ്ങളെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് ഇവിടെ ഒരു സ്ലാബിൽ എഴുതിയേക്കുന്ന ടെമ്പിൾ കൂവിയെക്കുറിച്ച് എഴുതിയേക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, സോ ദ ചർച്ച് വാസ് പില്ലേജ്ഡ് അറ്റ് ടൈംസ് ബൈ നോസ് പൈറേറ്റ്സ്. അപ്പോൾ ഇത് കുറച്ച് ഹിസ്റ്ററി ഉണ്ട്.
ഹിസ്റ്ററി നോക്കിയാൽ അറിയാം. ഈ പെർസിക്യൂഷൻ ഇവിടെ പണ്ട് ഇങ്ങനെ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കുറച്ച് വിഷാംശം വന്ന് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇൻ ദ പെർസിക്യൂഷൻ ആൻഡ് അട്രാക്ട് പിൽഗ്രിംസ് അപ് ടു 1912 ആൻഡ് 1928 ടു ദി ഹോളി വെൽസ്. ഇതൊരു ഹോളി വെല്ലാണ്. ആൻഡ് പെനാൻസ് സ്റ്റോൺ, എനിക്ക് തോന്നുന്ന പെനാൻസ് സ്റ്റോൺ എന്ന് പറയുന്നത് ആ കാണുന്ന അതായിരിക്കും പെനാൻസ് സ്റ്റോൺ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഹോളി വെൽസ് ഒക്കെ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഈ കുവി വെല്ലിന് മൂന്ന് കിണറുണ്ടെന്നാണ് പറയുന്നത്. ഹോളി വെൽസ് എന്നാണ് ഈ പറയുന്നത്, 3 വെൽ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഇപ്പം അതിന് പറയുന്നത് വാഷ് എന്ന് പറയും. അത് കാണിക്കാം ഞാനിപ്പോൾ. ഇത് കണ്ടോ, അപ്പം ഈ കുവി വെല്ലിൻ്റെ ഒന്ന് ഈ വാഷ് എന്ന് പറയുന്ന ഏരിയ കൈ കഴുകാൻ ഉള്ളൊരു വെല്ലാണെന്നാണ് ഈ പറയുന്നത്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട് ഐസ്. ഇവിടെ നമുക്ക് കണ്ണ് കഴുകാമെന്നാണ് ഈ പറയുന്നത്. ഇപ്പം എനിക്കറിയത്തില്ല ഈ വെള്ളമൊക്കെ എത്രത്തോളം നല്ലതാണോ എനിക്കറിയത്തില്ല. ഐസ്. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പം ഡ്രിങ്ക് കണ്ടോ, ഈ വെല്ലിൻ്റെ ഇവിടെ ഡ്രിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇപ്പം അങ്ങനെ ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു പക്ഷേ ഇത് പണ്ടത്തെ ഇതാണ്. പണ്ട് ഈ വെള്ളം ഉപയോഗിച്ചാണ് അവർ കുടിക്കുന്നതും കൈ വാഷ് ചെയ്യുന്നതും പിന്നെ അതേപോലെ അവർ ഈ കണ്ണ് കഴുകുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ വെള്ളം ഇവിടുന്ന് ഇങ്ങോട്ടങ്ങ് ഒഴുകി പോകുന്നുണ്ട്. ഇതിപ്പോഴും ഒരു സേക്രഡ് വാട്ടർ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇതാണ് കൂയിസ് ടെമ്പിളിനെ കുറിച്ചുള്ള കാഴ്ചകൾ. ഒരു ചെറിയൊരു ഇടം. പിന്നെ ആ ടെമ്പിൾ, ഇതാണ് ടെമ്പിള്. പിന്നെ ഈ കാണുന്ന ഐസ് ആൻഡ് ഡ്രിങ്ക്, ഇത്രയാണ്. ഇതാണ് അവരുടെ 3 ഹോളി വെൽ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഏരിയ. അവിടെ നമ്മൾ ഈ താഴെ കാണുന്നതാണ് ഈ 3 ഹോളി വെൽ. വാഷ്, ഐസ് ആൻഡ് ഡ്രിങ്ക് അതിൻ്റെ അറ്റം വരെ. ഇവിടെയൊക്കെ ഇരിക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഇരുമ്പ് ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഏരിയ. ഇത് കാണാൻ ഇത് ചെറിയൊരു ഏരിയ. ഇതൊരു ഹോളി വെല്ലാണ്. ഇതാണ് ഇതിൻ്റെ ഏരിയ. ഇവിടെ ഇങ്ങനെ നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്യാം, അതിൻ്റെ മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാം. ആ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു കഴിയുമ്പം ഈ ടെമ്പിളും പിന്നെ ആ കാണുന്ന പിന്നെ ഹോളി വെല്ലും കാണാം. ഇതാണ് ഇതിൻ്റെ. ഓക്കെ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു നടപ്പാതയുണ്ട്. അത് അവിടെ കുറച്ചേ ഉള്ളൂ. ഇത് ചുമ്മാ ഇങ്ങനെ നടക്കാം. അവിടെ എന്തോ ഒരു കുരിശും ഒരു കല്ലൊക്കെ കാണുന്നുണ്ട്. ഞാൻ അതും കൂടെ നോക്കാം എന്താണെന്ന്. ഇവിടെ ഒന്നുമില്ല. ആ വഴി നമ്മൾ കയറി വരുമ്പം ഇങ്ങനെ ഒരു കുരിശ് കാണാം. അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴി ഞാൻ കണ്ട്. ചുമ്മാ അതിൽ കൂടെ പോയി നോക്കാമെന്ന് വരിക. ഇതിനകത്ത് ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഫുള്ള് ചെളിയാണേ. കണ്ടോ, 2 സൈഡിലും ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇത് ഈ സാധനത്തിന് എന്തോ പറയുക. ഇവിടെ വന്നപ്പോഴേ എൻ്റെ ബാക്കിൽ കണ്ടു ഇവിടെ ഒരു ഇടവഴി പോലെ കണ്ടു. ചുമ്മാ ഒന്ന് പോവുക, അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ചുമ്മാ നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. അപ്പം നമുക്ക് നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് കടലേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴിയാണ്. ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ. രസമല്ലേ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഈ വെള്ളം കയറി കിടക്കുന്ന ഇടമാണ്. ജസ്റ്റ് ഇങ്ങനെ എനിക്കൊന്ന് കടലിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം കയറി വരത്തില്ല, അതാണിത്. വേറെ ഒന്നുമില്ല. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് ചെളിയാണ്. ഇത് കണ്ടോ, വെള്ളം കയറി കിടക്കുന്ന ഇടമാണ്. നമുക്ക് നടക്കാം അങ്ങോട്ട് വേണമെങ്കിൽ. പക്ഷേ ഇത് ഫുള്ള് ചെളി ആയതുകൊണ്ടേ നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. നോക്കാം, ഒന്ന് ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. യോമേ,
അയ്യോ. ഇത് കടലിൽ കയറി കിടക്കുന്ന വെള്ളമാണ്. കണ്ടോ, ഇവിടെ വരാൻ ചുമ്മാ നടന്നു വരാം. കണ്ടോ കണ്ടോ കണ്ടോ, അതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഒരു പില്ലർ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കും. അവിടെ കുറേ വെള്ളമൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ഇടയ്ക്കൂടെ വന്നത് കണ്ടോ അവിടാണ് നമ്മുടെ കൂവി ടെമ്പിൾ. ആ ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നടന്നു വന്നത്. സോ നമുക്ക് തിരിച്ചു പോകും. ഈ പുല്ലിൻ്റെ ഇടയ്ക്കൂടെ നടന്നു വന്നു. തറ കണ്ടോ, ഫുള്ള് ചെളിയാണ്. കുറച്ച് അവിടെ ഇങ്ങനെ കല്ല് വെച്ച് കുരിച്ച് പാതയുണ്ട്, പക്ഷെ എല്ലാം ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുക. കണ്ടോ, ചുമ്മാ ഒന്ന് പോയതാ, അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് വിചാരിച്ചു. പക്ഷേ എനിവേ അവിടെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആണ്. ഇങ്ങനെ ജസ്റ്റ് കടൽ വെള്ളം കയറി വന്ന ഇടമൊക്കെയാണത്. വേറെ ഒന്നുമില്ല അവിടെ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ ഫോർ ടുഡേ. ആണ് സെൻറ്റ് കോവീസ് വെല്. ഗേറ്റ് ക്ലോസ്ഡ് ഏപ്രിൽ ടു ഒക്ടോബർ 4 PM, നവംബർ ടു മാർച്ച് 5 PM. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് വണ്ടി കയറി നേരെ പോവാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഈ സ്ഥലം. ജസ്റ്റ് മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ വരാം. ഇവിടെ എഴുതിയിട്ടുണ്ട് സെൻറ്റ് കോവീസ് വെല്ല്. ഇതിൻ്റെ കയറാനുള്ള ഗേറ്റ് നേരെ അങ്ങോട്ട് കയറി പോകാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കോവീസ് വെൽ. ഇവിടെ ഒരു ചെറിയൊരു കല്ല് ഇട്ടിട്ടുണ്ട്, സെൻറ്റ് കോവീസ്. ഇത് അവരുടെ ഇടമാണ്, അവരുടെ സ്ഥലം തന്നെയാണ് കോവീസ് വെൽ എന്ന് പറഞ്ഞത്. കോവീസ് വെൽ അതാണ് ഈ ഏരിയ. അപ്പം ഇത്രയേ ഉള്ളൂ കൂവിയെ കുറിച്ച്, കൂവി ടെമ്പിൾ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വണ്ടി കയറി വരുന്ന വഴി തന്നെ നമുക്ക് ഈ കുരിശ് കാണാം. ഇതൊരു ഈ ടെമ്പിൾ കൂവിയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്, ഒരു ക്രോസ് ഇവിടെ. പിന്നെ നമുക്ക് അതേപോലെ നേരെ അങ്ങോട്ട് പോകുമ്പം നമുക്ക് കാർ പാർക്ക് ചെയ്യാം. പിന്നെയാണ് നമുക്ക് ഈ കാണുന്ന ഈ മനോഹരമായ ബീച്ച് കാണാം. ബീച്ചല്ല, കടൽ, ഐറിഷ് സീ. സോ കണ്ടില്ലേ, നല്ല രസമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കാം. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് ഭയങ്കര കാറ്റും ഒക്കെയാണ്. പക്ഷേ എനിവേ ഇറ്റ്സ് ഗുഡ്, നമുക്കൊന്ന് ചിൽ ഔട്ട് ചെയ്യാം. അതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കൂവി ടെമ്പിൾ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, സോ അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതും പറയാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. See you all in another videos. ഇത് കണ്ടോ, ഞാൻ ചുമ്മാ നോക്കിയപ്പോഴേ ഇവിടെ ഇങ്ങനെ പശുക്കളെ നമ്മുടെ അടുത്ത് കാണാം. രസമുണ്ട്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അതെ, രസമുണ്ട് അല്ലേ? കണ്ടപ്പോ ഒരു കൗതുകം അതുകൊണ്ട് എടുത്തതാ. ഏതാണ്ട് ഒരു കുതിരയുണ്ട്, ഉണങ്ങിയ കുതിര അവിടെ ഉണ്ട് ഇപ്പോൾ.